ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരിലെ വീടുകളിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ ഓലനാണ്. അതിനാദ്യം ഒരു വെള്ളരിക്ക എടുത്തിട്ട് നന്നായിട്ട് കഴുകണം. പണ്ടൊക്കെ കഴുകേണ്ടേ ആവശ്യമില്ല, കാരണം ഭൂരിഭാഗം പേരും വീട്ടിൽ തന്നെ കൃഷി ചെയ്യാറാണ് പതിവ്. അന്നൊക്കെ തറവാട്ടിലെ വടക്കിനിയിലെ കുട്ടിളവത്തിയോ പടിഞ്ഞാറ്റയിലോ മച്ചിൻ്റെ മീതെ ഒരു നീളത്തിലുള്ള മുള കാണാം. ആ മുളയിൽ വാഴനാര് കൊണ്ടോ ഓല കൊണ്ടോ ഇങ്ങനെ നിരനിരയായി വെള്ളരിക്ക കെട്ടിത്തൂക്കിയിടും. അപ്പം മോശമാവാതെ കുറേ കാലം നിൽക്കും. അത് ഒരു പഞ്ഞമാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കരുതൽ കൂടിയാണ്. പിന്നെ ഇതിൻ്റെ കുരുവിന് കയ്പുണ്ടോ നോക്കിയിട്ട് കയ്പില്ലെങ്കിൽ ഈ കുരുവോടുകൂടി തൊലി ചെത്തിക്കളയാതെ ചിലർ അതുപോലെ തന്നെ വെട്ടിയിടും. അതിനെ തൊണ്ടോലൻ എന്ന് പറയും. ഇപ്പോൾ ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്, തൊലിയും കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് ഇതെന്താ ഒരു ബ്ലാങ്ക് കറി എന്നൊക്കെ തോന്നാം. പക്ഷേ ഇത് മാത്രം കൂട്ടി വളരെ രുചിയോടുകൂടി ആസ്വദിച്ച് കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. അത് നമ്പ്യാർ സമുദായത്തിലെ ഒരു കൂട്ടം ആൾക്കാരാണ്. അതുകൊണ്ട് അവരുടെ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് മറ്റുള്ളവരാരും ഇത് ഉണ്ടാക്കാറില്ല, കഴിക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. കാരണം ചിലപ്പോൾ ഉണ്ടാക്കുന്ന രീതിയിൽ ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇത് ഞാൻ നമ്പ്യാർ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ സാധാരണ സദ്യയിൽ കഴിക്കുന്ന ഒരു ഓലനല്ല, അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ആ ഓലൻ ഞാൻ എൻ്റെ ഷോർട്ട് വീഡിയോയിൽ ഓണത്തിന് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ വെള്ളരിക്ക നേരിയതായിട്ട് അതുപോലെ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് പച്ചക്കായ ഇടാം. പച്ചക്കായുടെ തൊലി ഒന്ന് ഫുള്ളായിട്ട് കളയേണ്ട ആവശ്യമില്ല, ഒന്നിങ്ങനെ ഇതുപോലെ കളഞ്ഞാൽ മതി. എന്നിട്ട് നമുക്ക് വട്ടത്തിൽ മുറിച്ചിടാം. വെള്ളരിക്ക ഇല്ലാത്തവർ കപ്പയ്ക്ക എടുക്കും, അതായത് കപ്പളങ്ങ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പപ്പായ, പച്ച പപ്പായ എടുക്കും. ഇനി അതൊന്നും ഇല്ലെങ്കിൽ കർക്കിടക മാസത്തിലൊക്കെ ഈ താളിൻ്റെ ചേമ്പിൻ്റെ തണ്ട് എടുത്തിട്ട് ഓലനുണ്ടാക്കും. നമ്മളിപ്പോൾ വട്ടത്തിൽ അരിഞ്ഞു കഴിഞ്ഞ് അതിൽ ഏത് കറിക്കും നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിൻ്റെ കറ കളയാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കാം. ഇനി വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് പച്ചമുളകാണ്. ഒരു 4-5 പച്ചമുളക്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് അതിൽ കൂടുതൽ എടുക്കാം. എന്നിട്ട് നെടുകെ കീറിയിട്ട് നമുക്ക് അരിഞ്ഞു വെക്കാം. ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിന് വെള്ളരിക്കയുടെ കൂടെ ചേർത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഈ ഓലന് തേങ്ങാപ്പാൽ ചേർക്കില്ല, പക്ഷേ ഇതിന് കൊഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചേർക്കണം. അതിനുവേണ്ടി നമ്മൾ ചേമ്പ് എടുക്കും. ചിലവർ ഈ ചേമ്പിന് പകരം നമ്മുടെ കപ്പ എടുക്കും, അല്ലെങ്കിൽ ചിലവർ ചക്കക്കുരു കൂട്ടും. ചക്ക സീസൺ ആണെങ്കിൽ, ഇനിയിപ്പോൾ ചക്ക സീസൺ അല്ലെങ്കിലും ചിലരുടെ അടുത്ത് ചക്കക്കുരു ഉണ്ടാവും. മണ്ണിൽ നന്നായിട്ട് കുഴച്ചിട്ട് കർക്കിടക മാസത്തേക്കും കുറേ നാളത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കുന്നത്, അച്ചമ്മയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചേമ്പ് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറയിൽ പലർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഈ നാടൻ ഓലൻ ഉണ്ടാക്കുക എന്ന് വെച്ചത്. പണ്ട് പഞ്ഞമാസത്തിൽ, കർക്കിടക മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കാറ്. ഇതൊക്കെ ഞാൻ അമ്മമ്മമാരിൽ നിന്നും ഈ ഓലൻ ഉണ്ടാക്കുമ്പോൾ കേട്ട കഥകളാണ് കേട്ടോ. എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്ന നമുക്ക് എന്ത് പഞ്ഞമാസല്ലേ. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നമുക്ക് അടുപ്പത്തുള്ള ഒരു കലത്തിലേക്കോ ചട്ടിയിലേക്കോ മാറ്റാം. പണ്ട് കല്ലുമരിയിലാണ് ഉണ്ടാക്കാറ്. ഞാനിപ്പോൾ ഒരു ചെറിയ മണ്ണിൻ്റെ കലാണ് എടുത്തിരിക്കുന്നത്. ചേമ്പും വെള്ളരിക്കയും പച്ചമുളകും കറിവേപ്പിലയും കായയും എല്ലാം കൂടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് വെള്ളം ഈ കഷ്ണത്തിന് മീതെ വരാത്ത വിധത്തിൽ, കാരണം പച്ചക്കറികളിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ പൊതുവേ ഇത് നേർത്ത കറിയാണ്, അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കാണ്ടിരിക്കുക. ഇനി അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കരണ്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ തണുപ്പ് കാലമായതുകൊണ്ട് കട്ടിയായിട്ടുണ്ട്. പിന്നെ ഉണക്കമുളക് മുറിച്ചിടുക, പിന്നെ ഇത്തിരി അരിയിടുക, പിന്നെ കുറച്ച് കടുക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇതൊക്കെ റെഡിയാക്കി വെക്കുക. ഇനി നമുക്ക് കഷ്ണം വെന്തോ നോക്കാം. അതായത് ഏകദേശം വെന്ത് വരുന്നുണ്ട്. വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ കട്ടിയായതുകൊണ്ട് ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തീ ഓഫാക്കുക. എന്നിട്ട് ഈ കരണ്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് നേരത്തെ പറഞ്ഞതൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഈ ഓലനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഓലൻ റെഡിയായി കഴിഞ്ഞു. ഈ ഓലൻ്റെ കൂടെ നല്ല മോരെടുത്ത് അതിൽ നല്ല കാന്താരി നന്നായിട്ട് ഞെരടി കുറച്ച് കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർത്ത് വീണ്ടും നല്ല ഞെരടി നല്ല വെള്ളം പോലുള്ള മോരും, പിന്നെ ഇച്ചിരി കൊണ്ടാട്ടം, കയ്പക്ക കൊണ്ടാട്ടവും മുളക് കൊണ്ടാട്ടവും കൂടി ചേർത്ത് കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് വേറെ ഒന്നും വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.
താങ്ക് യു.